മോനെ, ചടങ്ങ് ഗംഭീരമായിട്ട് ആഘോഷിച്ചോ? ആ, ആഘോഷിച്ചു. അമ്മ തന്ന മാലയും വളയും കാൽത്തളയൊക്കെ മോൾക്ക് ഇട്ടുകൊടുത്തത്. എല്ലാവരും സ്വർണ്ണമായിട്ട് വന്നു, മഹിയുടെ അമ്മയും മഞ്ജുവും ഒക്കെ. എന്നാലും അമ്മയുടെ ആഗ്രഹത്തിനാ ഞങ്ങൾ മുൻതൂക്കം കൊടുത്തത്. പിന്നെ മോക്ക് പേരിട്ട് കേട്ടോ, നല്ലൊരു പേരാ. എന്താ മോനെ? നീലാംബരി. നീലാംബരി, നല്ല പേര്. കഴുത്തിലൊരു മറുകുള്ളതുകൊണ്ടാ അങ്ങനെ പേരിട്ടത്. അതുമാത്രമല്ല, മഹി ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രത്തിൽ വെച്ച് കാണാറുള്ള ഒരു സിദ്ധയായ അമ്മയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനും ആ അമ്മയെ കാണാറുണ്ട്. പക്ഷേ ഞങ്ങൾ രണ്ടാളും കാണുന്നത് ഒരമ്മയെ തന്നെയാണോന്ന് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ആ അമ്മ സ്വപ്നത്തിൽ മഹിയോട് ഒന്ന് പറഞ്ഞതാ ഈ ഒരു പേര്. അപ്പൊ അതൊരു ഭാഗ്യമുള്ള പേരായിരിക്കും. അല്ല മോനെ, ചടങ്ങിന്റെ ഫോട്ടോസ് ഒന്നും മൊബൈലിൽ എടുത്തില്ലേ? ആ, പിന്നെ എല്ലാം സാഹർ എടുത്തിട്ടുണ്ട്. നോക്കി. എന്താടി, എന്ത് വേണം നിനക്ക്? നിനക്കെന്താ ഇവിടെ കാര്യം? അല്ല, ഞാനും അതൊന്ന് കാണാൻ. നീ എന്തിനാ കാണുന്നേ? ഇത് കണ്ടു കഴിഞ്ഞാലേ നിനക്ക് സന്തോഷമൊന്നും ഉണ്ടാവില്ലല്ലോ. സന്തോഷമായാലും സങ്കടമായാലും അവളുടെ ചേച്ചിയുടെ കുഞ്ഞിന്റെ ചടങ്ങല്ലേ അമ്മേ, അത് അവളെ ഒന്ന് കാണിക്ക്. അവളുടെ അമ്മയൊക്കെ ഹാപ്പിയായിട്ട് അടുത്തുണ്ടല്ലോ. മോനെ, കുഞ്ഞു മിടിക്കായിട്ടിരിക്കുന്നുണ്ടല്ലോ. കരച്ചിലൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? ആ, ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കരഞ്ഞു. പിന്നെ ആ സമയത്ത് ഒരു സ്വാമി വന്നു കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ. അതും ഭാഗ്യായി. മോള് ദൈവികത്തുള്ള കുട്ടിയാണെന്നാ ആ സ്വാമിയും പറഞ്ഞത്. മഞ്ജുവും സന്തോഷത്തോടെയാണല്ലോ അടുത്ത് നിൽക്കുന്നേ. അതെ, ചെറിയൊരു ചടങ്ങായിരുന്നെങ്കിലും അതിന് മൊത്തത്തിലൊരു ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്തേ. മോനെ, അത് നിനക്ക്. പക്ഷേ മറ്റുള്ളവരുടെ കാര്യം അതല്ലല്ലോ മോനെ. മഞ്ജുവും ലേഖയൊക്കെ ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാ മുഖം കറുപ്പിച്ച് സംസാരിക്കും. അതുമാത്രമല്ല, ഞാൻ തിരിച്ചു പോകുന്നത് വരെ അവർക്ക് സംശയമായിരിക്കും ഞാൻ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമോന്ന്. അല്ല, ഞാൻ തന്ന ആഭരണമൊക്കെ കൊണ്ടു കൊടുത്തപ്പോ അതിലേക്കും ഭയത്തോടെയാണോ നോക്കിയത്? ആയിരിക്കും. എന്റെ മോള് തന്നെ പറഞ്ഞിട്ടുണ്ടാവും അത് കുഞ്ഞിന്റെ ദേഹത്തിടണ്ടെന്ന്. ആരെന്ത് പറഞ്ഞാലും ശരി, മഹിക്ക് അങ്ങനെയുള്ള സംശയങ്ങളൊന്നുമില്ല. ഞങ്ങൾ അമ്മയുടെ കാര്യത്തിൽ മറ്റുള്ളവരെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞകാല സംഭവങ്ങളൊക്കെ അവരുടെ മനസ്സിലുള്ളതുകൊണ്ട് പെട്ടെന്ന് അവരൊരു മാറ്റത്തിന് തയ്യാറാവുന്നില്ലെന്ന് മാത്രം. കണ്ണാ, എന്നെ ഇനി ആരും സംശയിക്കേണ്ട കാര്യമില്ല മോനെ. ഇവളെയും നിന്റെ അനിയനെയൊക്കെയാ അകറ്റി നിർത്തേണ്ടത്. നീ ലക്ഷ്മിയെയും കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ടുവരുമെന്നുള്ള ഭയത്തിലായിരുന്നു ഇവള് ഇതുവരെ. അയ്യോ, ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല കണ്ണേട്ടാ. പറഞ്ഞില്ലെങ്കിലേ നിന്റെ മട്ടും ഭാവമൊക്കെ കാണുമ്പോ ചിലതൊക്കെ എനിക്ക് മനസ്സിലാവും. ഓണം കഴിയുന്നവരെ കുഞ്ഞിനെ കൊണ്ടുവരണ്ടെന്നാണ് തീരുമാനം. എന്റെ കൊച്ചുമോളെ കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തില് ഇതാ മോനെ നല്ലത്. കുഞ്ഞിന് വിഷം കൊടുത്തിട്ടേ ജയിലിൽ പോയി കിടക്കാൻ പോലും മനസ്സുള്ളവളാ ദേ ഈ നിൽക്കുന്നവള്.
എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്നലെ വരെ ഞങ്ങൾക്കൊപ്പം നിന്ന അമ്മയ്ക്ക് ഇപ്പൊ ഈ രീതിയിൽ മാറാമെങ്കിൽ ഞങ്ങൾക്ക് മാറിക്കൂടെ? എടി, നീ ആ പ്രതാപന്റെ മോളല്ലേ? അയാളെ അയാളുടെ അമ്മയൊക്കെ അനുകരിക്കുന്ന നിനക്ക് ഈ ജന്മം മാറാൻ പറ്റത്തില്ല. എന്താ അമ്മ ഇത്? അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതല്ലേ? അതുകൊണ്ട് അവളോട് കുറച്ചുകൂടെ മയത്തിൽ സംസാരിക്കണം അമ്മ. എന്നാലും പറയാനുള്ളത് പറയണ്ടേ മോനെ? എടാ, ഞാൻ വാങ്ങിയ ആഭരണങ്ങളൊന്നും മോശമായിട്ടില്ല. ഇത്രയും വിലപിടിപ്പുള്ളതൊക്കെ എന്തിനാ വാങ്ങിയെന്നാ മഹി ചോദിച്ചത്? അതെല്ലാം നിന്റെ കാശല്ലേ മോനെ, അല്ലാതെ എന്റെ കയ്യിൽ എവിടുന്നാ പണം? ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. പ്രതാപനെ, പ്രതാപാ, ഡാ ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്കാൻ. ദേ കൊച്ചു വിളിക്കുന്നു. ഏത് വെച്ച്? എടാ, നിന്റെ മോള് വിളിക്കുന്ന ഫോൺ എടുക്കടാ. അമ്മയ്ക്ക് എടുത്തു. എനിക്കൊന്നും പറ്റത്തില്ല, എനിക്ക് വയ്യ. നീ എടുത്ത് നിന്റെ മോളോട് കാര്യം പറ. ഓ, ആ മോളെ, എന്തിനാച്ചാ ഇങ്ങനെ മനുഷ്യനെ പറഞ്ഞു പറ്റിക്കുന്നേ? എന്താ മോളെ? നൂലുകെട്ടിന്റെ ആഘോഷം കഴിഞ്ഞ് അയാൾ ഇവിടെ എത്തി, കുഞ്ഞിന്റെ അച്ഛൻ. ഓ, അപ്പൊ എത്തിയോ? മോഹിനി നേരത്തെ ഇവിടെ വന്നായിരുന്നു. അപ്പൊ മനസ്സിലായല്ലോ കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ലെന്ന്. പറ്റുമെന്നൊക്കെ ഞാൻ പറഞ്ഞു വിട്ടവര് പറയുന്നത്. ആ ഭസ്മം ശ്വസിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ കാര്യം നടക്കുന്നതാണല്ലോ ഞാൻ അവസാനമായിട്ട് വിളിച്ചപ്പോ അച്ഛൻ പറഞ്ഞത്. എന്നിട്ടിപ്പോ 5 മിനിറ്റ് പോയിട്ട് 5 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടും ആ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. മോളെ, അത് അവര് എന്നോട് പറഞ്ഞതാ. ശരിക്കും അച്ഛൻ അങ്ങോട്ടേക്ക് ആരെങ്കിലും വിട്ടായിരുന്നോ? അയ്യോ, മോളാണ് സത്യം. ഞാൻ വിട്ടായിരുന്നു മോളെ. ഇനി എന്നെ പിടിച്ച് സത്യം ചെയ്, കുഞ്ഞിന് പകരം ഞാൻ ചത്തുപോട്ടെ. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ മോളെ. പിന്നെ എങ്ങനെയാ ഞാൻ പറയേണ്ടത്? എന്നെ പിടിച്ച് കള്ളസത്യമല്ലേ ഈ ചെയ്യുന്നത്? മോളെ, ഒന്നും പറയണ്ട, ശത്രുക്കളുടെ സന്തോഷം കാണാനാ എന്റെ വിധി. ശരിക്കും കിട്ടിയോടാ? കിട്ടി. കണ്ണനും തിരിച്ച് കമലേശ്വരത്ത് എത്തിയെന്നാ മോള് പറഞ്ഞു. ഒരുത്തൻ അവിടെ എത്തി, ഒരുത്തി ഇവിടെ എത്തി. എവിടെ എത്താതെ നിൽക്കുന്നത് നമ്മളാ. ഡാ, നീ ഒരു കാര്യം സമ്മതിക്കണം. നിന്റെ മരുമോനാണ് നീ. എന്നുവെച്ചാ? നീയും മണ്ടനാണെന്ന്. നിങ്ങൾ രണ്ടുപേരുടെയും പൊതുവായിട്ടുള്ള പേരാണ് മണ്ടൻ. അതെങ്കിലും സമ്മതിച്ചില്ലെങ്കിലേ നിന്റെ കർണോടിച്ച് പുകയ്ക്കും ഞാൻ. അമ്മേ, ഈ സമയത്ത് ഇങ്ങനൊന്നും പറയല്ലേ അമ്മേ. പറയല്ല, ഞാൻ പറഞ്ഞത് ചെയ്യാണ് വേണ്ടത്. ഡാ, നിന്റെ മരുമോനുണ്ടല്ലോ, അവൻ നിന്റെ അത്രയും ബുദ്ധിയില്ലാത്തവനല്ല. അതുകൊണ്ടാണ് എന്നെ പോലെ ബുദ്ധിയുള്ള ഒരുത്തിയുടെ കയ്യിൽ നിന്ന് അവൻ സകലതും എഴുതി വാങ്ങിച്ചത്. അതുപോലൊരു മണ്ടത്തരം ഞാൻ പോലും കാണിക്കത്തില്ല അമ്മേ. നിന്റെ മോളുടെ വയറ്റിലെ ഒരു കുഞ്ഞുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അതിനാരെങ്കിലും സ്വത്ത് എഴുതി കൊടുക്കൂ അമ്മേ? കയ്യിലിരിക്കുന്ന സ്വർണ്ണം എടുത്തു കൊടുക്കൂ? എന്റെ പൊന്നു പ്രതാപ, നീ ജയിലിലേക്ക് പോയപ്പോ എന്റെ സമനില അങ്ങ് തെറ്റിയടാ. നീ ലോക്കപ്പിൽ പോയതിനു ശേഷമല്ലേ മോൾക്ക് വിശേഷം ഉണ്ടെന്നറിയുന്നത്. ആ സമയത്ത് എങ്ങനെയെങ്കിലും മോൾ ഉണ്ണിയുടെ കൂടെ തിരിച്ചു പോയാ മതിയെന്നായിരുന്നു. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പൊ പൈസ ഏതൊക്കെ വഴിക്കാ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഇപ്പോഴും എണ്ണി കൊടുത്തല്ലോ ഒരുത്തന്, അതും പോയി. ഞാനൊന്ന് അവരെ വിളിക്കട്ടെ.
ഇനി എന്റെ ദേഹത്തും ഇതുപോലെ ചെറു ചൂടുള്ള എണ്ണയിട്ട് തരണേ. ആ തടവ് തടവ്. ആരാ നോക്ക്. ആരാ? അയ്യോ, അങ്ങേരാ ആ പ്രതാപൻ. താൻ തന്നെ അയാളോട് എന്താന്ന് വെച്ചാ പറയടോ സ്വാമി. ഞാനെന്ത് പറയാനാ? എന്തെങ്കിലും പറയടോ കള്ള സ്വാമി. ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ടും. ഹലോ സാറേ. 5 മിനിറ്റ് കൊണ്ട് തീരുവെന്ന് പറഞ്ഞ കുഞ്ഞ് 5 മണിക്കൂർ കഴിഞ്ഞിട്ടും തീർന്നിട്ടില്ലെന്നാ കേട്ടെ. തീർന്നില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സാറേ. ആരായി സംസാരിക്കുന്നേ? ആ കള്ളസ്വാമിയാണോ അതോ ഒട്ടുപാലയോ? ഒട്ടുപാല് ദിനേശനെ എണ്ണ തേച്ച് കിടത്തിയിരിക്കുക. മിക്കവാറും നിന്നെ ഞാൻ എണ്ണത്തോടി കിടത്തും. കേട്ടറാ, അന്തരീക്ഷത്തിന്റെ ഭസ്മം എടുത്തിട്ട് നീ ആരുടെ ദേഹത്തോട്ടാ വിതറിയത്? സാറേ, സത്യമായിട്ടും ആ കുഞ്ഞിന്റെ നെറ്റിയിലും മൂക്കിലുമൊക്കെ ഞാനത് പിടിപ്പിച്ചു കൊടുത്തതാന്നേ. എന്നിട്ട് കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ. കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് കഴിഞ്ഞ് പലരും അവരവരുടെ വീടുകളിൽ തിരിച്ചെത്തി. ജീവനോടെ ഉള്ള കുഞ്ഞിനെ കണ്ട് സന്തോഷിച്ചിട്ട്. എന്റെ ജീവിതത്തിലെ ഇത് ആദ്യത്തെ സംഭവം സാറേ. എല്ലായിടത്തും നീ ഇത് തന്നെയായിരിക്കും പറയുന്നത്. കാര്യം നടക്കാതെ ആവുമ്പോ ആദ്യത്തെ സംഭവമാണെന്ന്. സാറേ, എടാ, ആളുകളെ പറ്റിക്കാതെ അധ്വാനിച്ച് ജീവിക്കടാ. ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാ. സാറേ, ഞാനൊരാണാണ് സാറേ. എനിക്ക് നല്ല സംശയമുണ്ട്. അത് എന്തായാലും എണ്ണത്തോണി കിടക്കുന്ന അവനോട് പറഞ്ഞേക്ക് ഞാൻ തന്നെ അഡ്വാൻസ് കൈപ്പറ്റാൻ ഞാൻ അങ്ങോട്ട് വരുന്നുള്ളത്. അയാൾ അഡ്വാൻസ് വാങ്ങിക്കാൻ വരുമെന്നാ പറഞ്ഞത്. അങ്ങനെ വന്നാലേ അവന്റെ കൊട്ടേഷൻ നമ്മളങ്ങ് ഏറ്റെടുക്കത്തില്ലേ? പിന്നല്ല. പ്രതാപ, അവന്മാരെന്താ പറയുന്നത്? കൊട്ടേഷൻ ഏറ്റെടുത്തവനെ എണ്ണയെ കുളിച്ച് കിടക്കാണ്. നീ കാശ് എണ്ണി കൊടുത്തതല്ലേ, അപ്പൊ അവർ എണ്ണയിലോ പനിനീരിലോ ഒക്കെ കുളിച്ച് കിടക്കട്ടെ. എന്തായാലും ജയിലിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് എന്റെ മോക്ക് എന്തെങ്കിലും ഒരു സന്തോഷം കൊടുക്കണമേ. അവളുടെ ചിരിച്ച മുഖം കണ്ടിട്ട് വേണം എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ. അതിന് കഴിയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിന് കഴിയണമെങ്കിലേ നിന്റെ തലയ്ക്കകത്ത് ആള് താമസം വേണം. ഇത് വെറും പൊള്ളയായ തലയാടാ. വെറുതെ ഒരു തലയുണ്ടെന്നേ ഉള്ളൂ. തലയിലെഴുത്ത് പിഴച്ച ഒരു തല. ഓരോരോ പരാജയം സംഭവിക്കുമ്പോ ഇങ്ങനെ മനുഷ്യന്റെ ആത്മവിശ്വാസം തല്ലിക്കെടുത്തരുതമേ. എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിനപ്പുറം എനിക്കൊരു ജീവിതമില്ല. എന്റെ സകല സ്വത്തുക്കളും ഞാൻ ഉണ്ണിക്ക് എഴുതി കൊടുത്തു എന്ന് പറഞ്ഞ് നീ എന്നെ വിമർശിക്കുമ്പോ അതിനെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം. ഇനി എനിക്ക് കിടപ്പാടം പോലുമില്ല. അത് വേണമെന്ന് എനിക്ക് ആഗ്രഹവും ഇല്ല. പക്ഷേ എന്റെ കണ്ണടയുന്നതിന് മുമ്പ് എന്റെ മോൾ ആഗ്രഹിച്ച ഒരു ജീവിതം അവൾക്ക് കിട്ടിയിരിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. ഇവളിത് എവിടെ പോയിരിക്കേ? അവളുടെ ഫോൺ കിടന്ന് അടിക്കുകയാണല്ലോ. ആരെയും വിളിച്ചോണ്ടിരിക്കുന്നത്? ആരാടാ? ഇതെന്റെ ഫോണല്ലമ്മേ, ആ മോഹിനിയുടെ. അവളാ വിളിക്കുന്നേ, ആ എണ്ണം കേട്ടവള് ലക്ഷ്മി. ഇനി കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോന്നറിയില്ല. നിന്റെ മോളാ വിളിച്ചോണ്ടിരിക്കുന്നേ. അവള് നിന്നെ കൊച്ചിന്റെ നൂലുകെട്ടിന് കണ്ടതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ? എന്താ വിളിച്ചൂടെ? ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്തുണ്ടമ്മേ വിശേഷം, എന്തുണ്ടമ്മേ വിശേഷം എന്നൊക്കെ ചോദിക്കാനായിരിക്കും. മോളെ, ആ അമ്മയ്ക്ക് ഞാൻ നൂലേട്ടന്റെ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടേ. പിന്നെ വീഡിയോയും ഉണ്ട്.
അത് പറയാൻ വേണ്ടി വിളിച്ചതാ. ആ കുഞ്ഞെന്തെടുക്ക? ലേഖ കളിപ്പിച്ചോണ്ടിരിക്കുക. ദേ പാവയൊക്കെ കാണിച്ച്. അമ്മേ, അയച്ചതൊക്കെ ഒന്ന് നോക്കണേ. ആ ശരി മോളെ. ശരി അമ്മ. എന്തിനാണ് അവള് വിളിച്ചത്? വിളിച്ചത് എന്തിനാണെന്ന് പറയുന്നതിൽ നല്ലതേ കാണുന്നതാ. എന്ത്? എവിടെ? ദേ നല്ല മിടിക്കായല്ലോ എന്റെ കൊച്ചുമോള്. എന്തായാലും കണ്ണന്റെ ഒരു ഛായയില്ല അല്ലേടാ പ്രതാപ? ആ അത് തന്നെ എനിക്കും തോന്നിയേ. ആ ആ സാഗറിനെ പോലുണ്ട് അല്ലേ അമ്മേ? എടാ, സാഗറിനെ പോലെയാണോ അതോ ആ മാർക്കോയെ പോലെയാണോ? ഏയ് അല്ലല്ല, അനന്തുവിനെ പോലെ. എന്തായാലും കണ്ണനെ പോലെയല്ല. ആ ആയിക്കോട്ടെ, ആരെ പോലെ ആയാലും നല്ല മിടുക്കിയായി കുഞ്ഞ്. എടേ, കുഞ്ഞ് ഇപ്പോഴും മിടുക്കിയായിട്ട് ഇരിക്കുവാണല്ലോ അല്ലേ? അല്ലാതെ പിന്നെ എന്താ, മോൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവുന്ന ആരെങ്കിലും പറഞ്ഞായിരുന്നോ? മോളുടെ കഴുത്തിലും മറിവുണ്ടല്ലോ. അതുകൊണ്ട് മോൾക്ക് എന്താ പേരിട്ടിരിക്കുന്നറിയോ? നീലാംബരി. അതെന്താ രണ്ടാളും കൂടി ചിരിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ പേരിടൂ? കഴുത്തിലൊരു മറുകുള്ളത് കൊണ്ടാ അങ്ങനെ ഒരു പേരിട്ടത്. എന്നാ പിന്നെ നീലാംബരി എന്നിടാതെ നീലാകാശം എന്നിട്ടുണ്ടായിരുന്നോടി? അല്ലെങ്കിൽ കറുത്ത വാവന്നിടായിരുന്നോ? ആ കറുത്തവാവിന്റെ സ്വഭാവമുള്ളവർക്കേ അങ്ങനെ തോന്നു. എടാ, കറുത്ത വാവ് എന്നാർക്കും പേരിടത്തില്ല. അതുകൊണ്ട് അമാവാസി എന്നിടായിരുന്നു അല്ലേ മോഹിനി? അതെ, നീലാംബരി എന്ന പേര് നല്ല പേര് തന്നെയാ. ഓ, പിന്നെ എല്ലാം കുറ്റമായി കാണുന്നവര് ഇങ്ങനെ പറയുള്ളൂ. മോളെത്തിയല്ല. ആ നീ വന്നത് നന്നായി. ഞാൻ നിനക്ക് കുറച്ച് പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനും കുറച്ച് പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുപോയാ മതി മോളെ. ഞാനൊന്നും കൊണ്ടുപോകാൻ വേണ്ടി വന്നതല്ല. അവിടെ ഇപ്പോ എന്നെ ഏതു നേരവും വിമർശിക്കുന്ന ഒരു അമ്മായിയമ്മയാണല്ലോ ഉള്ളത്. അതുകൊണ്ട് അവിടെ ഇരുന്നപ്പോ വല്ലാത്തൊരു ശ്വാസമുട്ടൽ പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ മോളെ, കുഞ്ഞിന്റെ നൂലുകെട്ട് കണ്ടോ? മോളെ, നിന്റെ മുത്തശ്ശിയും അച്ഛനെയും പോലെ ആവരുത് ഇനിയെങ്കിലും നീ. കണ്ണനെ ലക്ഷ്മിയെ സ്നേഹിക്കുകയാണെങ്കിൽ അവരതിന്റെ ഇരട്ടിയായിട്ട് നിന്നെയും നിന്റെ കുഞ്ഞിനെയും സ്നേഹിക്കും. അയ്യടാ, അവള് സ്നേഹിപ്പിക്കാൻ വേണ്ടിട്ട് ഇരിക്കുവാ. നീ വാ മോളെ. നടക്കമോളെ. അതോട് കയറി. അതെ, അവിടെ ഇരുന്നിട്ട് എനിക്ക് ഒരു സമാധാനവും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ മോളെ, എന്താ സംഭവിച്ചെന്ന് അറിയില്ല.
ആ സംഭവത്തിന് ശേഷം ഞാനും അമ്മ ഇങ്ങനെ ഇപ്പഴും ചൊറിഞ്ഞോണ്ടിരിക്കുക. ചൊറിഞ്ഞു ചത്തു. അതുപോലെ തന്നെ അവിടേക്ക് പറഞ്ഞു വിട്ടവരുടെ കാര്യം. ആ ഒട്ടുപാല ദിനേശനും സ്വാമിയും ഒക്കെ ഇപ്പോഴും ശരീരം ആസകലം ചൊറിഞ്ഞോണ്ടിരിക്കുക. അച്ഛൻ എന്തിനാ അച്ഛാ എന്നെ ഇങ്ങനെ ആശിപ്പിക്കുന്നത്? എന്തിനാ ഓരോന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുന്നത്? അത് തന്നെയാ ഞാനും അവനോട് ചോദിക്കുന്നേ. എന്റെ മോളെ, ഞാൻ മനഃപൂർവ്വം നിന്നെ അങ്ങനൊന്നും ചെയ്യില്ലല്ലോ. നീ ഒരു കാര്യം ഉറപ്പിച്ചോ, ഒരു കാരണവശാലും കണ്ണനോടൊപ്പം മഹാലക്ഷ്മി അവരുടെ കുഞ്ഞിനെയും കൊണ്ട് കമലേശ്വരത്തേക്ക് വരില്ല. ഇനി അച്ഛന്റെ വാക്ക് ഞാൻ വിശ്വസിക്കില്ല. അച്ഛൻ വരത്തില്ല എന്ന് പറഞ്ഞ അവര് ഉറപ്പായിട്ടും വന്നിരിക്കും. എന്റെ മോളെ, ഈ ഓണത്തിന് നിന്നെ സന്തോഷിപ്പിക്കാതെ അച്ഛൻ ജയിലിലോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. അതിനു മുമ്പ് എന്റെ മക്കൾ ഒരു കാര്യം ചെയ്യണം. ഇവിടെ ഒരുത്തിയുണ്ടല്ലോ നിന്റെ അമ്മ, അവളോടുള്ള ദേഷ്യമൊക്കെ കളഞ്ഞിട്ട് അവളെ ഒന്ന് സ്നേഹിച്ചേക്ക്. അതെ, അവള് തരുന്ന പലഹാരം നീ വീട്ടിലോട്ടൊന്നും കൊണ്ടുപോണ്ട, ഇവിടെ നിന്നും കഴിച്ചിട്ടങ്ങ് പോയാൽ മതി. പിന്നെ നീ ഉണ്ണിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് അവിടേക്കൊന്ന് കയറ്, ആ അനന്തുവിന്റെ വീട്ടിലെ. എന്തിനാ ഞാൻ അവിടെ കയറുന്നത്? അല്ല, അപ്പൊ കുഞ്ഞിന്റെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് മോക്ക് അറിയാൻ പറ്റുമല്ലോ. നീ അവിടെ ചെന്നിട്ട് കുഞ്ഞിനെ കാണാൻ വന്നാണെന്നങ്ങ് പറഞ്ഞാൽ മതി. നല്ല കാര്യമായി. അച്ഛനൊന്നും അറിയാതെയാണോ ഈ സംസാരിക്കുന്നത്? ഞാൻ ഇതിനു മുൻപ് അവിടെ പോയിട്ടുള്ളതാ. അന്ന് അനന്തുവിന്റെ ഭാര്യ എന്നെ തല്ലാതെ വിട്ടതാ. ഇനി ഒന്ന് തല്ലുന്നെങ്കിൽ അങ്ങ് തല്ലിക്കോട്ടെ മോളെ. എന്നാലും നിന്റെ സ്വഭാവത്തിലൊരു മാറ്റം ഉണ്ടെന്ന് അവരൊന്ന് അറിയിക്കേ. നാളെ ആ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാലും മോളെ എന്നെ ഒന്ന് സംശയിക്കാതിരിക്കാൻ വേണ്ടിട്ടാ മോളോട് അങ്ങോട്ട് പോവാൻ ഞാൻ പറയുന്നേ.